എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം 6-ാം അധ്യായത്തിലേക്ക്. കഴിഞ്ഞ ലക്കങ്ങളിലെ കഥ ഇതുവരെ. എറണാകുളം അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയിലെ താമസക്കാരനാണ് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനായ ഹേമചന്ദ്രൻ. അങ്കിളായ ഡോക്ടർ വേണുഗോപാലും അയാളോടൊപ്പമുണ്ട്. 40 വില്ലകളുള്ള കോളനിയിൽ പകുതി എണ്ണത്തിലെ താമസക്കാരുള്ളൂ. അടുത്ത വില്ലയിലെ താമസക്കാരനും കോളേജ് പ്രൊഫസറുമായ പത്മൻ മേനോനും മകൾ പപ്പി എന്ന പത്മപ്രിയയുമായി ഹേമചന്ദ്രൻ പരിചയപ്പെട്ടു. പപ്പിയും ഹേമചന്ദ്രനും ക്രമേണ പ്രണയത്തിലായി. അധികം വൈകാതെ വിവാഹിതരാകാനാണ് അവരുടെ തീരുമാനം. അതിനിടെ പപ്പിയുടെ മേൽ അവകാശമുന്നയിച്ച് യോഗേഷ് എന്നൊരാൾ ഹേമചന്ദ്രനെ കണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് ഹേമചന്ദ്രനെ വാശി പിടിപ്പിക്കുകയാണ് ചെയ്തത്. കോളനിയിലെ മറ്റൊരു വില്ലയിൽ മീര എന്ന യുവതിയും 4 വയസ്സുള്ള മകൾ അലേഖയും താമസിക്കാനെത്തുന്നു. ഒരു ദിവസം ഓഫീസിൽ പോകാനിറങ്ങിയ ഹേമചന്ദ്രനെ കണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന കുഞ്ഞ് പപ്പ എന്ന് അസ്പഷ്ടമായി വിളിച്ച് അയാളുടെ കാലിൽ പിടുത്തമിട്ടു. മീര വന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി. ഈ സംഭവം ഹേമചന്ദ്രൻ പപ്പിയുമായി ചർച്ച ചെയ്തു. ഇത് തന്നെ അപകീർത്തിപ്പെടുത്താൻ യോഗേഷ് നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണെന്ന് അയാൾക്ക് തോന്നി. മീരയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹേമചന്ദ്രൻ നിയോഗിച്ച പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോയ് പെരേര വിവരങ്ങൾ ശേഖരിച്ച് കൈമാറി. ഒരു ദിവസം യോഗേഷ് മീരയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട ഹേമചന്ദ്രൻ അവനുമായി വഴക്കിടുന്നു. മീരയുടെ പരാതിയെ തുടർന്ന് റോയ് പെരേര പോലീസ് കസ്റ്റഡിയിലായി. ആ കേസിൽ താനും കൂട്ടുപ്രതിയാണെന്നറിഞ്ഞ് ഹേമചന്ദ്രൻ ഞെട്ടുന്നു. ചന്ദ്രകളഭം തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഹേമചന്ദ്രൻ വേണുജിയെ വിളിച്ചു. മറുവശത്ത് നിന്ന് വേണുജിയുടെ സ്വരം വന്നു. എന്താ ഹേമ? സംഗതി കുറച്ച് സീരിയസ് ആണ് വേണുമാമേ. ആ ഡിറ്റക്റ്റീവ് പെരേരയെ പോലീസ് പിടിച്ചു. അവൾ ആ തട്ടിപ്പുകാരി മീര കൊടുത്ത കംപ്ലൈന്റിന്റെ പേരിൽ എന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക ആ CI. ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. നീ തനിച്ചോ? വേണുജി പരിഭ്രമിച്ചു. റോഡരികിൽ സ്ഥാപിച്ച ക്യാമറ ഫ്ലാഷ് അടിക്കുന്നത് ഹേമചന്ദ്രൻ അറിഞ്ഞു. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് ക്യാമറ കണ്ടു കഴിഞ്ഞു. പിന്നെ പോകാതെ, അല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ ഓഫീസിലോ വീട്ടിലോ വരുമെന്നാ പറഞ്ഞത്. ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്ത് സെൽ സീറ്റിലേക്കിട്ടു. ആരെയെങ്കിലും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കണോ എന്ന ചിന്തയിലാണ് അയാൾ പോലീസ് സ്റ്റേഷൻ വരെ യാത്ര ചെയ്തത്. സംഗതി പുറത്തറിഞ്ഞാൽ വലിയ നാണക്കേടാവുമെന്ന് ഓർത്തപ്പോൾ ഹേമചന്ദ്രന് അതിന് ധൈര്യം വന്നില്ല. കൊല്ലത്തുള്ള സുഹൃത്ത് അഡ്വക്കേറ്റ് കോയിക്കൽ മനോജിനെ വിളിച്ചപ്പോൾ സ്വിച്ച്ഡ് ഓഫ്. അയാൾ കോടതിയിലാകും. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അയാൾ എത്തി. സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ട്. ഹേമചന്ദ്രന് വല്ലാത്ത പരിഭ്രമം അനുഭവപ്പെട്ടു. ആദ്യമായാണ് കുറ്റക്കാരനായി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. CIയുടെ ഫോണിലേക്കുള്ള ഭാഷയും അത്ര പന്തിയല്ല. റിസപ്ഷനിലിരുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് പരുങ്ങലോടെ അയാൾ ചെന്നു. സർ, എൻ്റെ പേര് ഹേമചന്ദ്രൻ. CI വിളിപ്പിച്ചിരുന്നു. അയാൾ ഹേമചന്ദ്രൻ്റെ അടിമുടി നോക്കി. ഓ, ഇയാളാണല്ലേ? അങ്ങോട്ട് മാറി നിൽക്ക്. സാറ് മറ്റൊരു കേസിലാ. നേരിയ വിറയൽ ഹേമചന്ദ്രനുണ്ടായി. പോലീസുകാരൻ കാണിച്ച ഭാഗത്തേക്ക് അയാൾ മാറി നിന്നു. 15 മിനിറ്റോളം കുറ്റവാളിയെപ്പോലെ ഹേമചന്ദ്രൻ അവിടെ നിന്നു. ധൃതിയിൽ വേണുജി കയറി വന്നത് കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ അല്പം ആശ്വാസം വീണു. വേണുജി അയാളുടെ അടുത്തേക്ക് വന്നു. CIയെ കണ്ടോ? ഇല്ല. ചൂടൻ എന്നാ കേട്ടത്. കടവന്ത്ര സ്റ്റേഷനിലാണ് അവൾ കംപ്ലൈന്റ് കൊടുത്തതെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. ഞാൻ സക്കറിയ തോമസിനെ ഒന്ന് വിളിക്കട്ടെ? റിട്ടയേർഡ് SP അല്ലേ അയാൾ? അത് വേണ്ട വേണുമാമേ. കോളനി മുഴുവൻ ന്യൂസ് പടരും. കുറ്റപ്പെടുത്തുന്നതല്ല, എന്തിനാ വെറുതെ ആ ഡിറ്റക്റ്റീവിന്റെ പിന്നാലെ പോയത്? അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായതുമില്ല. ഇപ്പൊ അത് കുരിശാവുകയും ചെയ്തു. അയാൾ എൻ്റെ പേര് പറയുമെന്ന് പ്രതീക്ഷിച്ചതാണോ? വേണുജി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവൾ ഇതെങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയെന്നാ എനിക്ക് പിടികിട്ടാത്തത്. ഒരുത്ത നിഴൽ പോലെ പിന്നാലെ നടന്ന ആർക്കാ മനസ്സിലാവാത്തത്? ഏയ്, അങ്ങനൊരു വിഡ്ഢിയല്ല റോയി. ഈ നീക്കം ആരോ അവൾക്ക് ചോർത്തിക്കൊടുത്തു. ഹേമചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. നീ എന്താ CIയോട് പറയാൻ പോകുന്നത്? സത്യം പറയാൻ പറ്റുമോ? ഊമയായ ഒരു കുട്ടി നിന്റെ പിന്നാലെ വന്നതിനാണ് ഇങ്ങനൊരു ശ്രമം നടത്തിയതെന്ന് കേട്ടാൽ CI വിശ്വസിക്കുമോ? മീരയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ മോശമായിട്ടൊന്നും ഉണ്ടായതുമില്ല. തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെ.
വേണുജി അയാളെ ഉറ്റുനോക്കി. പിന്നെന്തു പറയാനാണ്? മറ്റെന്തെങ്കിലും പറഞ്ഞ് തടിതപ്പാനാ നോക്കേണ്ടത്. എന്തിന്? ഇതിങ്ങനെ തന്നെ അവസാനിക്കണം. വിവരം പുറത്താവില്ലേ? കുട്ടി നിന്റേതാണെന്ന് അവൾ പറഞ്ഞാലോ? അതിനുവേണ്ടിയാണ് അവൾ കേസുമായി രംഗത്ത് വന്നതെങ്കിലോ? ഒരു നടുക്കം ഹേമചന്ദ്രനുണ്ടായി. ഊരാക്കുടുക്കിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണുജി അകത്തേക്ക് വലിഞ്ഞു. കുട്ടി തന്നെ പപ്പയെന്ന് വിളിച്ച് കൂടെ കൂടിയതെന്ന് താൻ പറഞ്ഞാൽ അതിനുള്ള കാരണം മീര പറയണം. വേണുമാമ പറഞ്ഞതുപോലെ അവൾ പ്രവർത്തിച്ചാൽ അതോടെ എല്ലാം അവസാനിച്ചു. തുടർന്നുള്ള കേസിന് നിൽക്കാതെ ലക്ഷ്യം പൂർത്തിയാക്കി അവൾക്ക് പിൻവാങ്ങാം. ശരീരം തളരുന്നത് ഹേമചന്ദ്രൻ അറിഞ്ഞു. പപ്പിയുടെ മുഖം തീക്കാറ്റുപോലെ മനസ്സിലേക്ക് വന്നു. കുറച്ചു സമയം കഴിഞ്ഞ് വേണുജി മടങ്ങി വന്നു. പരിചയത്തിലുള്ള ആരുമില്ല. എന്തെങ്കിലും നിന്റെ മനസ്സിൽ തോന്നിയോ? ഇവിടെ നിന്ന് തടി ഊരിയേ പറ്റൂ. ഒരു പോലീസുകാരൻ അവരുടെ അടുത്തേക്ക് വന്നു. ഇതാരാ? ഞാൻ ഇവന്റെ അമ്മാവനാ, വേണുജി പറഞ്ഞു. ഓ, അപ്പൊ കൂട്ടുപ്രതിയും ഹാജർ. ഞങ്ങളുടെ ജോലി കുറഞ്ഞു. അയാൾ റിസപ്ഷനിലിരുന്ന പോലീസുകാരനെ കൂട്ടുപിടിച്ച് ചിരിച്ചു. അപമാനം കൊണ്ട് ഹേമചന്ദ്രൻ പുകഞ്ഞു. ആ വാ. രണ്ടുപേരും നടക്കാൻ തുടങ്ങിയപ്പോൾ പോലീസുകാരൻ വിലക്കി. ഇയാൾ ഇവിടെ നിൽക്ക്, ആവശ്യപ്പെടുമ്പോൾ വിളിക്കാം. പോലീസുകാരൻ ഹേമചന്ദ്രനെ സിഐയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കസേരയിൽ ചാരി കാത്തിരിക്കുകയായിരുന്നു സിഐ സാജൻ പോൾ. ഇരയെയും കാത്തുള്ള ഇരിപ്പ് പോലെ തോന്നി. 45-നടുത്ത് പ്രായം വരും സിഐക്ക്. അയാളുടെ ആകാരത്തിന് ശരിക്കും അനുയോജ്യമായിരുന്നു യൂണിഫോം. ഹേമചന്ദ്രൻ മുന്നിൽ ചെന്ന് നിന്നു. ഹേമചന്ദ്രൻ, സിഐ ഒന്നിരുത്തി പറഞ്ഞു. അതെ സാർ. കേൾക്കാൻ നല്ല സുഖമുള്ള പേര്. സിഐ സാജൻ പോൾ ഒന്ന് ചിരിച്ചു. ഹേമൻ നിശബ്ദനായി നിന്നു. ആ, അയാളെ ഇങ്ങ് കൊണ്ടുവാ സാർ. പോലീസുകാരൻ പുറത്തേക്ക് പോയി. LICയിലാണല്ലേ തനിക്ക് പണി? ആളുകളുടെ ജീവൻ ഇൻഷുർ ചെയ്യുന്ന വകുപ്പിലാണോ ഈ പണിയും? ഹേമചന്ദ്രൻ നിശബ്ദനായി. എന്നാത്തിനാണോ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് തപ്പാൻ ഏജന്റിനെ വച്ചത്? ഹേമചന്ദ്രന് ഒച്ച പൊന്തിയില്ല. സിഐ സാജൻ പോൾ ടേബിളിൽ അടിച്ചു. പറയടോ, എന്നതാ തന്റെ ഉദ്ദേശം? തനിക്ക് അവൾ അറിയോ? കള്ളം പറഞ്ഞ എന്റെ വിധമങ്ങ് മാറും. അറിയാം. എങ്ങനെ? ഞാൻ താമസിക്കുന്ന വീടിനടുത്താ അവൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് ശരി. എന്നതാ ഹേമചന്ദ്രൻ സാറിന്റെ ഉദ്ദേശ്യം? താൻ മാരീഡാണോ? അല്ല. അപ്പൊ കാര്യം അതുതന്നെ. തനിക്കവളെ വല്ലാതങ്ങ് ബോധിച്ചു. കെട്ടണമെന്നൊരു മോഹവും ഉണ്ടായി. അവളുടെ വിവരങ്ങൾ അറിയാൻ ഒരു ഏജന്റിനെ വച്ചു. സ്വാഭാവികം. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. എടോ ഹേമചന്ദ്ര, പെണ്ണിനെ ഇഷ്ടപ്പെട്ട നേരിട്ട് പറയാൻ ചങ്കൂറ്റം കാണിക്കണം. തന്നെ കണ്ടപ്പോഴേ തോന്നി ഒരു അയ്യോ പാവം ടൈപ്പാണെന്ന്. ആണുങ്ങളെ മാറ്റിച്ചു കളഞ്ഞല്ലോ താൻ. സിഐ സാജൻ പോൾ ചിരിച്ചു. ഹേമചന്ദ്രൻ ഉമിനീരിറക്കി തൊണ്ട നനച്ചു. തനി പോലീസുകാരൻ തന്നെ ഒരേ സമയം 9 നിറം കാണിക്കും. ആ, അവളോട് ഞാൻ സംസാരിക്കാം. ഡിവോഴ്സ് ചെയ്യാ അവൾ. 4-5 വയസ്സുള്ളൊരു പെങ്കൊച്ചുമുണ്ട്. കാര്യങ്ങളുടെ പോക്ക് ഹേമചന്ദ്രനെ സംഭീതനാക്കി. കെട്ടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, അവൾക്ക് പരാതിയുമില്ലെങ്കിൽ താൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മോനെ ഹേമചന്ദ്ര, നിന്റെ എല്ല് ഞാനൂരും. വകുപ്പ് എന്നതാണെന്ന് തനിക്കറിയോ? പത്രത്തില് തന്റെ സുന്ദര മുഖം അച്ചടിച്ചു വരും. കൗതുകത്തിന് തോന്നിയതാണെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട സാർ. ഹേമചന്ദ്രൻ ഞെട്ടലോടെ വിളിച്ചു. റോയ് പെരേരയുമായി പോലീസുകാരൻ അകത്ത് വന്നു. അയാളെ പോലീസ് നന്നായി പെരുമാറിയെന്ന് ഹേമചന്ദ്രന് മനസ്സിലായി. തല്ലുകൊണ്ട് നടുവൊടിഞ്ഞ നായയെപ്പോലെ അയാൾ ദൈന്യതയോടെ നിന്നു. ഇയാളല്ലേ തന്നെ ഈ പണി ഏൽപ്പിച്ചത്? അതെ സാറേ. ഹേമചന്ദ്രനെ നോക്കിയിട്ട് റോയ് പെരേര ഏറ്റു. ഇന്നത്തോടെ നിന്റെ ഇത്തരം കലാപരിപാടി നിർത്തിക്കൊള്ളണം. അങ്ങോട്ട് മാറി നിൽക്കടാ, ഒരു ഡിറ്റക്റ്റീവ്. സിഐ ഒച്ചയെടുത്തു. ചുവരിനടുത്ത് ചെന്ന് റോയ് പെരേര നിന്നു. ആ ടീച്ചറെ വിളിക്ക്. മീര അവിടെയുണ്ടെന്ന് അപ്പോഴാണ് ഹേമചന്ദ്രന് മനസ്സിലായത്. ഹേമന്റെ ശരീരം വിറച്ചു തുടങ്ങി. സിഐ സാജൻ പോൾ എഴുന്നേറ്റ് റോയ് പെരേരയുടെ അടുത്ത് വന്ന് മുഖം പിടിച്ചുയർത്തി. കണ്ട ഡിറ്റക്റ്റീവ് നോവലും വായിച്ച് അവൻ CID പണിക്കിറങ്ങിയിരിക്കുന്നു. സാജൻ പോൾ കൈ ചുരുട്ടി ഒന്നൊഴിഞ്ഞു. ഇനി എന്നെ തല്ലല്ലേ സാറേ, ഞാൻ വല്ല വാർക്ക പണിക്കും പോയിക്കൊള്ളാം. ഒരു തവണ മാപ്പാക്കണേ. റോയ് പെരേര തൊഴുതു. ഇനി എറണാകുളം സെൻട്രലിനുള്ളിലെ ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്നെക്കുറിച്ചൊരു പരാതി കിട്ടിയാൽ അകത്തിട്ട് പൂട്ടും ഞാൻ.
മീര അകത്തേക്ക് വരുന്നത് ഹേമചന്ദ്രൻ കണ്ടു. തോളിൽ ബാഗുമുണ്ട്. കയ്യിലിരുന്ന കുടയിൽ അവൾ മുറുകെ പിടിച്ചു. ഹേമചന്ദ്രനെ കണ്ടപ്പോൾ മുഖത്തൊരു പിടപ്പുണ്ടായി. ആ ടീച്ചർ വാ. സാജൻ പോൾ റോയ് പെരേരയെ വിട്ടു. ഇയാളാ ടീച്ചറെ നിരീക്ഷിക്കാൻ അയാളെ ഏർപ്പാടാക്കിയത്. ടീച്ചർക്കറിയില്ലേ? നൈബറാ ഹേമചന്ദ്രൻ. അറിയാം സാർ, താഴ്ന്ന സ്വരത്തിൽ മീര പറഞ്ഞു. ഇതൊരു പ്രപ്പോസലിന് മുമ്പുള്ള നടപടിയായി ടീച്ചർ കണ്ടാൽ മതി. ഇയാൾക്ക് ടീച്ചർ വിവാഹം ചെയ്യാനൊരു മോഹമുണ്ടായി. അങ്ങനൊരു നിരീക്ഷകനെ വച്ചു. ഹേമചന്ദ്രൻ ഞെട്ടി. എനിക്കറിയില്ലായിരുന്നു സാർ. ഇയാൾ എൻ്റെയും മോളുടെയും പിന്നാലെ രാവിലെയും വൈകിട്ടും പിന്തുടരുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോണിൽ എൻ്റെ ഫോട്ടോയും എടുത്തു. നഴ്സറി സ്കൂളിൽ ചെന്ന് മോളെയും ശല്യപ്പെടുത്തി. എല്ലാം അറിഞ്ഞപ്പോൾ ഭയം തോന്നി. അങ്ങനെയാ പോലീസിനെ സമീപിച്ചത്. ഭയപ്പാടോടെ മീര പറഞ്ഞു. ഹേമചന്ദ്രന് വേണ്ടിയിട്ടാ അയാൾ അതൊക്കെ ചെയ്തത്. പോലീസിൽ പരാതിപ്പെടാൻ ടീച്ചർ കാണിച്ച സന്നദ്ധതയെ ഞാൻ അഭിനന്ദിക്കുന്നു. സ്ത്രീകൾ ധൈര്യമായി മുന്നോട്ട് വരണം. താങ്ക് യു സാർ. എനിക്കും എൻ്റെ കുഞ്ഞിനും ആശ്രയമായി മറ്റാരുമില്ല. മീരയുടെ കണ്ഠമിടറി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ടീച്ചർക്ക് പോലീസിനെ വിളിക്കാം. അതിനുള്ള ധൈര്യം കാണിക്കുകയാണ് നിങ്ങൾ സ്ത്രീകൾ ചെയ്യേണ്ടത്. ദയവായി എൻ്റെ കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ സാർ തയ്യാറാവണം. ഞാൻ മറ്റെന്തൊക്കെയോ ആണ് ഭയന്നത്, മീര അപേക്ഷിച്ചു. ഷുവർ. CI സാജൻ പോൾ പോലീസുകാരനെ നോക്കി. ഇയാളെ കൊണ്ടുപോയി എഴുതി വാങ്ങിയിട്ട് പറഞ്ഞു വിട്ടേക്ക്. സാർ. പോലീസുകാരൻ റോയ് പെരേരയെ കൂട്ടിക്കൊണ്ടുപോയി. ഇനിയിപ്പോൾ കേസൊന്നുമില്ല. ടീച്ചറുടെ സന്മനസ് കൊണ്ടാ താൻ തടിയൂരിയത്. അല്ലായിരുന്നെങ്കിൽ തൻ്റെ മാനം പോയനെ. ഇത്രയും ഹൃദയവിശാലത കാണിച്ചതിന് താൻ ഈ ടീച്ചറിനോട് നന്ദിയാ പറയേണ്ടത്. സോറിയെങ്കിലും പറയണം നിങ്ങൾ. അയ്യോ, അതൊന്നും വേണ്ട സാർ. ഹേമചന്ദ്രൻ സാറാണ് എൻ്റെ പിന്നാലെ ആളെ അയച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഹേമചന്ദ്രൻ സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. സോറി സാർ. മീര ഹേമചന്ദ്രനോട് ക്ഷമാപണം ചെയ്തു. ഹേമചന്ദ്രൻ്റെ ഉള്ളിലെത്തിയ ആളിക്കത്തി. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള അവളുടെ പ്ലേ ആണ്. സാജൻ പോൾ ചിരിച്ചു. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയായല്ലേ? ടീച്ചർക്ക് ഹേമചന്ദ്രന്റെ കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യങ്ങൾ മംഗളമായി മുന്നോട്ട് പോകട്ടെ. എന്തു പറയുന്നു മിസ്റ്റർ ഹേമചന്ദ്രൻ? തലയാട്ടാനേ ഹേമചന്ദ്രന് കഴിഞ്ഞുള്ളൂ. വെരി ഗുഡ്. ടീച്ചറോട് അതൃപ്തിയൊന്നും കാണിക്കരുത്. നിങ്ങൾക്കൊന്നിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം എനിക്കുമുണ്ട്. നോക്കൂ മിസ്റ്റർ ഹേമചന്ദ്രൻ, ഇനി ടീച്ചറുടെ പിന്നാലെ നടന്നുള്ള അന്വേഷണമൊന്നും വേണ്ട. കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കും. സിഐയുടെ നോട്ടമേറ്റപ്പോൾ ഹേമചന്ദ്രൻ യാന്ത്രികമായി വീണ്ടും തലയാട്ടി. ടീച്ചർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇങ്ങോട്ട് വിളിക്കാം. പോലീസ് ജനങ്ങളുടെ മിത്രമാണ്. താങ്ക് യു സർ. മീര കൈകൂപ്പി. ആ, രണ്ടുപേരും പൊയ്ക്കൊള്ളൂ. ഓൾ ദ ബെസ്റ്റ്. മുന്നിൽ ഹേമചന്ദ്രനും പിന്നിൽ മീരയും മുറിക്ക് പുറത്തു വരുന്നത് വേണുജി ആശ്വാസത്തോടെ കണ്ടു. സ്റ്റേറ്റ്മെന്റിൽ രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്തു. ആരെയും അഭിമുഖീകരിക്കാതെ മീര വേഗം പുറത്തേക്ക് പോയി. ഹേമചന്ദ്രനും വേണുജിയും കാറിനടുത്തേക്ക് വന്നു. എന്തായി? അവൾക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അവളെ കെട്ടാൻ മോഹിച്ച് വിവരങ്ങൾ അറിയാൻ ഏജന്റിനെ വെച്ചെന്നാണ് CI ധരിച്ചു വച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോ സുഖിച്ച അവൾ പോയത്. ദൈവം കാത്തു. മീര കുഞ്ഞിന്റെ കാര്യം പറയുമെന്നാണ് ഞാൻ കരുതിയത്. സത്യത്തിൽ നിന്നെ രക്ഷിച്ചത് അവളാ. രക്ഷിക്കുകയല്ല അവൾ ചെയ്തത്, കുരുക്കിയിടാൻ ബുദ്ധിപൂർവ്വം ശ്രമിക്കുകയായിരുന്നു. ഇനി എന്ത് പ്രശ്നം വന്നാലും അവൾക്ക് ആ CIയുടെ പിന്തുണയുണ്ടാവും. അവൾ ഒരു തട്ടിപ്പുകാരിയല്ലെന്ന് നിനക്കിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നിന്നെ മാറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവൾക്കത് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു അത്. ഈ ഒരു അവസരം മതി ലക്ഷ്യം സാധിച്ച് അവൾക്ക് രംഗമൊഴിയാൻ. റോയ് പെരേര വരുന്നത് ഹേമചന്ദ്രൻ കണ്ടു. താൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. ഒരു കേസ് ഏറ്റെടുത്താൽ ഗോപ്യമായി അത് കൈകാര്യം ചെയ്യുമെന്ന് കരുതി. പകരം താൻ എന്താ ചെയ്തത്? വിഡ്ഢിയെപ്പോലെ പ്രവർത്തിച്ചു കളഞ്ഞു. പിടിക്കപ്പെട്ടപ്പോ ഏൽപ്പിച്ചയാളിന്റെ പേര് പറഞ്ഞു. സ്വന്തം റിസ്കിൽ ചെയ്യേണ്ട കാര്യമല്ലേടോ അത്? ഹേമചന്ദ്രൻ കലി അയാളോട് തീർത്തു. സോറി സാർ, തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് തന്നെ സംഭവിച്ചു. പക്ഷേ സംഭവിച്ചത് സാർ അറിയണം. ഒരിക്കൽ പോലും ഞാൻ ആ സ്ത്രീയുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടില്ല. ഫോട്ടോസ് എടുത്തത് എൻ്റെ അസിസ്റ്റന്റാ. എന്നെ പോലീസ് പൊക്കിയത് എൻ്റെ ഓഫീസിൽ വന്നാണ്. കൃത്യമായ പേരും വിലാസവും കംപ്ലൈന്റിൽ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അതെങ്ങനെ അറിഞ്ഞു? ഹേമചന്ദ്രൻ മിഴിച്ചു നിന്നു. ഒടുക്കത്തെ ഇടിയായിരുന്നു സാറേ. നിലത്ത് നിർത്താതെയാ ആ CI എന്നെ കൈകാര്യം ചെയ്തത്. വാദി സ്ത്രീയും പ്രതി പുരുഷനുമായാൽ അയാൾക്ക് ഭ്രാന്തിളകും. ചത്തുപോകുമെന്ന് തോന്നിയപ്പോൾ
ഗതികേട് കൊണ്ട് ക്ലയന്റിന്റെ പേര് പറയേണ്ടി വന്നു. ആ ടീച്ചറെ വിവാഹം ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് സാറ് എന്നെ നിയോഗിച്ചതാണെന്ന് പറഞ്ഞപ്പോഴാ ഇടി നിന്നത്. ഹേമചന്ദ്രൻ തലയിൽ കൈവച്ചു. ഓ, താനെല്ലാം നശിപ്പിച്ചു. അല്ലാതെ മറ്റെന്ത് പറയും സാർ? എത്ര കാലം അകത്ത് കിടക്കേണ്ട കേസാണെന്ന് സാറിനറിയോ? കുറഞ്ഞത് 3 മാസം. അതിനേക്കാൾ ഭീകരമാണ് നാണക്കേട്. മൈ ഗോഡ്, വേണുജി അന്താളിച്ചു പോയി. എൻ്റെ ശരീരം കൊണ്ട് കുറേ കാലത്തേക്ക് ഒന്നിനും കൊള്ളില്ല. 2 മാസമെങ്കിലും ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകണം. അതിനു മുമ്പ് ഒറ്റ കൊടുത്തത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം സാറേ. അത് വേണം റോയി. നമ്മൾ 3 പേർക്കും മാത്രം അറിയാവുന്ന കാര്യം ഇത്ര കൃത്യമായി എങ്ങനെ അവളുടെ കാതിലെത്തി? ഹേമചന്ദ്രൻ അനുകൂലിച്ചു. റോയിയുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആയിക്കൂടെ? യോഗേഷിനെ റോയി കാണാൻ ശ്രമിച്ചിരുന്നോ? വേണുജി ചോദിച്ചു. 1-2 തവണ അവന്റെ വീട്ടിൽ ചെന്നിരുന്നു. അവൻ ബാംഗ്ലൂരിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. നേരിൽ കണ്ടിട്ടില്ല. അവനൊരു ബുദ്ധിരാക്ഷസനാ. ചിലപ്പോ വീട്ടിൽ തന്നെ ഉണ്ടാവും. റോയിയെ അവൻ സ്കെച്ചിട്ട് കാണും. റോയി അറിയാതെ അന്വേഷണവും തുടങ്ങിക്കാണും, വേണുജി അനുമാനിച്ചു. അവനും മീരയും തമ്മിൽ കണക്ഷൻ ഇല്ലെന്നല്ലേ ഇതുവരെ വേണുമാമ പറഞ്ഞത്? ഹേമചന്ദ്രൻ വേണുജിയുടെ മറിച്ചിൽ കണ്ട് ചോദിച്ചു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുമ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. യോഗി പിന്നിലുണ്ടെങ്കിൽ അവൻ പ്രശ്നം കൂടുതൽ വഷളാക്കാനേ ശ്രദ്ധിക്കൂ. ഹേമചന്ദ്രൻ പേഴ്സ് എടുത്ത് 5000 രൂപ റോയ് പെരേരയ്ക്ക് കൊടുത്തു. താൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സിക്കേ. ഇനി അന്വേഷണമൊന്നും വേണ്ട, വേണുജി താക്കീത് ചെയ്തു. സാറ് വിട്ടോ, പക്ഷെ ഞാൻ വിടില്ല. റോയ് പെരേര പണവും വാങ്ങിപ്പോയി. ഹേമചന്ദ്രൻ കാറിൽ കയറി. ഞാൻ പിന്നാലെ വരാം, നീ പൊയ്ക്കോ. ഹേമചന്ദ്രൻ കാർ ഓടിച്ചു പോയി. തന്റെ സാൻഡ്രോയുടെ അടുത്ത് ചെന്ന് വേണുജി ചിന്താധീനനായി നിന്നു. ഹേമചന്ദ്രൻ നേരെ വീട്ടിലേക്കാണ് പോയത്. ബെഡിലേക്ക് അയാൾ വീണു. ജീവിതത്തിൽ ആദ്യമായി പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയുടേതുപോലുള്ള ഇരമ്പൽ കേട്ടു. വണ്ടി നിന്നതറിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് ജനലിനടുത്ത് വന്നു. ഓട്ടോയിൽ നിന്ന് മീരയും അലേഖയും ഇറങ്ങുന്നു. മീര ബാഗുകളുമായി ഡ്രൈവറുടെ അടുത്തേക്ക് വന്നു. അവൾ ഓട്ടോ ചാർജ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അലേഖ തന്റെ വീടിന്റെ ഗേറ്റിനടുത്തേക്ക് ഓടി വരുന്നത് ഹേമചന്ദ്രൻ കണ്ടു. ഉണ്ണിമോളെ, ഇവിടെ വാ, മീര വിളിച്ചു. അകത്തു നിന്നുള്ള കുറ്റിയെടുക്കാൻ കഴിയാതെ അലേഖ ഗേറ്റിൽ തട്ടി ഒച്ച വെച്ചു. സെക്യൂരിറ്റി ദിവാകരൻ സൈക്കിളിൽ വരുന്നുണ്ടായിരുന്നു. കുട്ടിയെ കണ്ട് ചിരിയോടെ അയാൾ സൈക്കിൾ നിർത്തി. എന്താ ഉണ്ണിമോളെ? മൈ പപ്പയെന്ന് വിരൽ കാണിച്ച് അവൾ പറഞ്ഞു. ഓട്ടോ അയച്ചിട്ട് തിടുക്കത്തിൽ മീര അവിടേക്ക് വന്നു. മോളെന്താ പറയണേ? പപ്പയെന്നോ? അയാൾ ചോദിച്ചു. അവൾ ഭംഗിയായി ചിരിച്ച് തലയാട്ടിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ മുദ്രകൾ കാണിച്ചു. വാ പോകാം. മീര അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. പപ്പ എന്ന് പറഞ്ഞ് അവൾ തുള്ളി. മോൾ എന്തൊക്കെയാ ടീച്ചറെ പറയുന്നത്? അവളുടെ പൂച്ചക്കുട്ടിയുടെ പേരാ. അകത്ത് പോയെന്നാ പറയുന്നത്. ചിരിച്ചിട്ട് മറ്റൊന്നും പറയാൻ സമ്മതിപ്പിക്കാതെ മീര അവളെ പിടിച്ചുകൊണ്ടുപോയി. ഗേറ്റിനകത്തേക്ക് എത്തി നോക്കിയിട്ട് ദിവാകരൻ സൈക്കിൾ ചവിട്ടിപ്പോയി. ഹേമചന്ദ്രന്റെ മനസ്സ് തണുത്തു. ഗേറ്റ് തുറക്കുന്നതിനിടയിൽ മീര അലേഖയെ പേടിപ്പെടുത്തുന്നത് അയാൾ കണ്ടു. അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് പോകുമ്പോൾ അലേഖ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. വീട്ടിനകത്തേക്ക് അവൾ മറഞ്ഞു. ഹേമചന്ദ്രൻ ബെഡിൽ വന്നിരുന്നു. മീരയെക്കുറിച്ചുള്ള തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണോ? അവൾ പറഞ്ഞതിൽ സത്യമുണ്ടോ? ഉണ്ണിമോളുടെ പപ്പയ്ക്ക് തന്റെ രൂപസാദൃശ്യമാണോ? ഉണ്ണിമോൾ, ഛേ, അവൾ കള്ളിയാണ്, പെരുങ്കള്ളി. ഇനിയും മറ്റേതോ സന്ദർഭത്തിനു വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. അയാൾ അസ്വസ്ഥനായി. 6 മണിക്കാണ് വേണുജി വന്നത്. 2-3 പേഷ്യൻസ് വീട്ടിലുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ഡൈനിങ് ഹാളിലെത്തി. പതിവായുള്ള 2 പെഗ് ബക്കാർഡി ബ്ലാക്ക് റം വേണുജി പിടിപ്പിച്ചു. ലഹരി കയറിയപ്പോൾ അയാളൊന്ന് ഉഷാറായി. ഒരത്യാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഒരന്വേഷണവും വേണ്ടെന്ന് നീ ആ ഡിറ്റക്റ്റീവ് കോമാളിയോട് കർശനമായി പറയണം. ഒറ്റുകാരനെ കണ്ടുപിടിക്കാൻ നടക്കുകയാണത്രേ, വിവരം കെട്ടവൻ. അച്ഛൻ വേണുമാമയെ വിളിച്ചിരുന്നോ? ആ, അളിയന്റെ കോൾ കണ്ടു. ഞാൻ അന്നേരം ICUവിലായിരുന്നു. തിരിച്ചു വിളിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴല്ലേ പുതിയ പുലിവാലായത്. അളിയൻ ക്ഷോഭിച്ചു കാണും. മൂക്കിൻ തുമ്പത്തല്ലേ ശുണ്ഠി. ഉടൻ വിളിച്ചേക്കാം. കുറെ തെറിയും കേൾക്കാം. ബ്രിഗേഡിയർ ചന്ദ്രഹാസം ഇളക്കും. വേണുജി ചിരിച്ചു. അച്ഛനും അമ്മയും ഞായറാഴ്ച വരുന്നുണ്ട്. പപ്പിയെ കാണുകയാണ് ഉദ്ദേശ്യം. വേണുജി ഒന്ന് ഞെട്ടി. ഞായറാഴ്ചയോ? എന്നു മാത്രമല്ല 2 ദിവസം അവരിവിടെ ഉണ്ടത്രേ. എനിക്കൊരു സമാധാനവുമില്ല വേണുമാമേ. ആ കുട്ടി കോക്രയും കാണിച്ച് കയറി വന്ന പിന്നെ അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. പപ്പി ഇപ്പോൾ എൻ്റെ ഫോൺ എടുക്കാറില്ല. സെല്ലിൽ വിളിച്ചിട്ട് ഒരു റിപ്ലൈയുമില്ല.
രാവിലെയുള്ള ജോഗിങ്ങിന് അവൾ കൂടാറുമില്ല. ഒരകൽച്ച അവൾ കൃത്യമായി പാലിക്കുന്നു എന്ന് വ്യക്തം. അച്ഛനെ വേണുമാമയ്ക്ക് അറിയാമല്ലോ. പപ്പിയുടെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കാര്യത്തിൽ അനിഷ്ടം തോന്നിയ അതോടെ എല്ലാം തീർന്നു. അപ്പൊ പ്രശ്നം ഗുരുതരമാണ് മോനെ. വേണുമാമ രാവിലെ ചെന്ന് പത്മൻ സാറിനെ കാണണം. പെണ്ണ് ചോദിക്കാൻ അച്ഛൻ വരുന്ന വിവരം പറയണം. ആ, അത് ഞാൻ ചെയ്യാം. പപ്പിയെ എനിക്ക് നഷ്ടപ്പെടരുത്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അവളുടെ അകൽച്ച എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്ന് വച്ച് അവളെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല. വേണുജി ഹേമചന്ദ്രനെ നോക്കി നിന്നു. അച്ഛൻ വന്നാൽ ആദ്യം ചെയ്യുക ഗേറ്റ് തുറന്നിടുകയാണ്. വീടിന് ഗേറ്റ് പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാ. ആ കുട്ടിക്ക് അതൊരു സൗകര്യമാവും. നീയും പപ്പിയും തമ്മിലുള്ള ഇഷ്ടം മീരയെ അറിയിച്ചാലോ? അച്ഛനും അമ്മയും വരുന്നുണ്ടെന്നും ഒരു 2 ദിവസത്തേക്ക് കുട്ടിയെ സൂക്ഷിക്കണമെന്നും പറഞ്ഞാൽ അവൾ കേൾക്കും. ഒരു വിഡ്ഢിയെ കാണുന്നത് പോലെ ഹേമചന്ദ്രൻ വേണുജിയെ നോക്കി. അവൾ ഒരു കുഴപ്പക്കാരി അല്ലടാ. ആയിരുന്നെങ്കിൽ ഇപ്പൊ നീ ലോക്കപ്പിൽ കിടന്നേനെ. നിന്നെ അപകീർത്തിപ്പെടുത്താനൊന്നുമല്ല അവൾ വന്നതെന്ന് വ്യക്തമല്ലേ? അതിനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. വേണുമാമ മണ്ടത്തരം എഴുന്നള്ളിക്കാതിരിക്കെ. അല്പം മുമ്പും ഗേറ്റിലടിച്ച ആ കൊച്ചു പപ്പയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ മാത്രമല്ല, സെക്യൂരിറ്റി ദിവാകരനും. വേണുജി മൗനമണിഞ്ഞു. വേണുമാമയ്ക്ക് പത്മൻ സാറിനെ ചെന്ന് കാണാൻ പറ്റുമോ? അത് ഞാൻ സമ്മതിച്ചതല്ലേ. ഹേമചന്ദ്രൻ എഴുന്നേറ്റ് പോയി. മുറിയിൽ കയറിയപ്പോൾ അലേഖയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. രാവിലെ ചാറ്റൽ മഴയായതിനാൽ ഹേമചന്ദ്രൻ ജോഗിങ്ങിന് പോയില്ല. 8 മണി കഴിഞ്ഞപ്പോൾ വേണുജി പത്മൻ മേനോനെ കാണാൻ പുറപ്പെട്ടു. ഗേറ്റിന് പുറത്ത് കാറിട്ട ശേഷം വേണുജി പത്മാലയത്തിലേക്ക് ചെന്നു. കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ വാതിൽ തുറന്നത് പത്മൻ മേനോനായിരുന്നു. ഹലോ വേണുജി, പ്ലീസ് കം. സ്വീകരണ മുറിയിലേക്ക് പത്മൻ മേനോൻ വേണുജിയെ ആനയിച്ചു. രണ്ടുപേരും ഇരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ ഒന്ന് കാണണമെന്ന് സാറ് പറഞ്ഞതായി ഹേമൻ പറഞ്ഞിരുന്നു. ഓ, നിങ്ങളെ ഇപ്പോൾ കാണാറേ ഇല്ലെന്ന് സൂചിപ്പിച്ചതായിരുന്നു. വേണുജിയുടെ മനസ്സിൽ അതുകൊണ്ടു. ഞാൻ കരുതി ഹേമന്റെയും പപ്പിയുടെയും വിവാഹക്കാര്യം സംസാരിക്കാനാന്നാ. നമുക്കത് പ്രൊസീഡ് ചെയ്യാം. 2 കൂട്ടർക്കും ഇണങ്ങിയാൽ ഫോർവേഡ് ചെയ്യാമല്ലോ. വാക്കുകളിൽ അകൽച്ച വേണുജി ശ്രദ്ധിച്ചു. പപ്പിയില്ലേ അകത്ത്? കിച്ചണിലുണ്ട്. എനിക്ക് ടിഫിൻ തന്നുവിടാനുള്ള തത്രപ്പാടിലായവൾ. അയാൾ ചിരിച്ചു. ഹേമന്റെ അച്ഛനും അമ്മയും ഞായറാഴ്ച വരുന്നുണ്ട്. കൂട്ടത്തിൽ പപ്പിയെയും ഒന്ന് കാണാൻ പ്ലാനുണ്ട്. ഹേമന്റെ അമ്മ ഹേമലതയ്ക്കാ മോളെ കാണാൻ തിടുക്കം. വന്നോട്ടെ, അതിനെന്താ? ഒരു ആലോചന വരുമ്പോ അത് വേണമല്ലോ. ആലോചിച്ചും കണ്ടുമല്ലേ വിവാഹം ഉറപ്പിക്കേണ്ടത്? പത്മൻ മേനോൻ ഊന്നിപ്പറഞ്ഞു. അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ. ഇഷ്ടം എന്നല്ല നമ്മൾ പാരൻസ് പറയേണ്ടത്, താല്പര്യം എന്നാണ്. ഹേമനോട് അവൾക്കൊരു താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേണുജിക്ക് മടുപ്പ് തോന്നി. അയാൾ എഴുന്നേറ്റു. അവന്റെ അച്ഛൻ വരുന്ന വിവരം പറയാനാണ് ഞാൻ വന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാവിലെ ഹോസ്പിറ്റലിലെത്തണം. ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. പത്മൻ മേനോൻ എണീറ്റിട്ട് ക്ഷണിച്ചു. തീരെ സമയമില്ല, അത് മറ്റൊരിക്കലാവാം. അപ്പൊ പറഞ്ഞ പോലെ. സി യു മിസ്റ്റർ വേണുജി. കാർ അവിടെ ഇട്ട് തിരിച്ച് വേണുജി മടങ്ങിപ്പോന്നു. അക്ഷമനായി നിൽക്കുകയായിരുന്നു ഹേമചന്ദ്രൻ. വേണുജി കയറി വന്നു. എന്തായി വേണുമാമേ? എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടേ ഇല്ലെന്നാ ഇപ്പോൾ അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ പപ്പിയെ കാണാൻ വരുന്ന വിവരം ഞാൻ പറഞ്ഞു. കണ്ടിട്ട് പൊയ്ക്കൊള്ളട്ടെ എന്ന ഭാവത്തിലാണ് അയാൾ സംസാരിച്ചത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ അതിന് താല്പര്യമെന്നാണ് കാണേണ്ടതെന്ന് അയാൾ. അവർക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഹേമചന്ദ്രൻ നിരാശനായി. പപ്പിയെ കണ്ടില്ലേ? അവൾ ഇറങ്ങി വന്നിട്ട് വേണ്ടേ കാണാൻ. അയാൾക്ക് ടിഫിൻ ഒരുക്കുന്ന തിരക്കിലാണത്രേ അവൾ. നിന്റെ ഊഹം ശരിയാണ്. നിന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണവൾ. ഹേമചന്ദ്രൻ വിഷാദവാനായി. മീരയെപ്പറ്റിയോ കുട്ടിയെപ്പറ്റിയോ എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഇല്ല. നീ ഓഫീസിൽ പോകാൻ നോക്ക്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മുഖം തിരിക്കുന്നവരെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നീ ചെല്ലടാ. അയാളുടെ ചുമലിൽ തട്ടിയിട്ട് വേണുജി അകത്തേക്ക് പോയി. ഇനി അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. പപ്പിക്ക് എങ്ങനെ മുഖം തിരിക്കാൻ കഴിഞ്ഞു? ഇതാണോ സ്ത്രീ മനസ്സ്? അവളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ നിജസ്ഥിതി അറിയുന്നതുവരെയെങ്കിലും കൂടെ നിൽക്കേണ്ടതല്ലേ? ഓഫീസിലിരിക്കുമ്പോഴും ഹേമചന്ദ്രന്റെ ചിന്ത അതൊന്നു മാത്രമായിരുന്നു. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ സംസാരിച്ചു പിരിയണം. അച്ഛനെ വരുത്താതിരിക്കുന്നതാണ് ഈ അവസ്ഥയിൽ ബുദ്ധി. 4 മണി കഴിഞ്ഞപ്പോൾ സെൽ റിംഗ് ചെയ്തു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ ചെറിയൊരു നടുക്കമുണ്ടായി. ഡിറ്റക്റ്റീവ് റോയ് പെരേര. വീണ്ടും അയാൾ പോലീസ് കസ്റ്റഡിയിലായോ എന്ന ഭയമായിരുന്നു ഹേമചന്ദ്രൻ ഉണ്ടായിരുന്നത്. ഹലോ, അയാൾ അറച്ചറച്ച് ശബ്ദിച്ചു.
ഞാനാ സാറേ, റോയ് പെരേര. എന്താ റോയ്? അയാൾക്ക് ആശ്വാസം തോന്നി. അവൾക്ക് നമ്മുടെ വിവരങ്ങൾ കൃത്യമായി ചോർത്തി കൊടുക്കുന്ന ആളെ ഞാൻ കണ്ടു. കേട്ടാ സാറ് വിശ്വസിക്കില്ല. ഞാനിപ്പോ മറൈൻ ഡ്രൈവിലുണ്ട്. എന്റെ കൺവെട്ടത്ത് തന്നെ അവളും അയാളുമുണ്ട്. ആവേശത്തോടെ റോയ് പെരേര പറഞ്ഞു. ഹേമചന്ദ്രൻ അറിയാതെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ആരാണ് അയാൾ? പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ കഥ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മുരളി നല്ലനാടൻ നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.